അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഞാനൊരു ചുവന്നരി ചക്കരച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ മാസം ഉണ്ടാക്കിയത് ഗോതമ്പൻ ചക്കരച്ചോറ്, ഇത് ചുവന്നരി ചക്കരച്ചോറ്. അതിന് ഞാൻ ആദ്യം ചുവന്നരി കഴുകി എനിക്ക് എടുക്കാനും സമയം ഉണ്ടായിട്ടാണ്. ഞാൻ ബിരിയാണി വെക്കുന്ന സമയമായി. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ബിരിയാണി വെക്കുന്ന തിരക്കായി. അതുകൊണ്ട് പിന്നെ ഇന്ന് ഇതാക്കാനൊന്നും സമയം ഉണ്ടായിട്ട. ബിരിയാണി നിങ്ങൾ എല്ലാവരും തിന്നുന്നെങ്കിൽ വാ, ബിരിയാണി ഇഷ്ടം പോലെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പറയാൻ സമയം ഞാൻ ഒരു ചോറ്റിൻ്റെ കുടുക്കെടുത്ത് നമ്മൾ ചോറുണ്ടാക്കുന്ന കലമില്ല, അതിലേക്ക് ചുവന്നരി കഴുകിയിട്ട് 2 ഗ്ലാസ് ഒരു ഉള്ളി ഇട്ട് മേക്കാനും വെള്ളം വെച്ചിട്ട് നല്ലോണം അടുപ്പത്ത് ഗ്യാസ് തിളച്ച ശേഷം ആ കുക്കറിലേക്ക് എടുത്ത് വെച്ച് അവിടുന്ന് വെള്ളം വെറ്റിയിട്ടാണ് നിൽക്കേണ്ടത്. അതിൻ്റെ ഇടക്ക് കുക്കർ എടുത്ത് വെച്ച് തുവരപ്പരിപ്പല്ല കടലക്കപ്പരിപ്പാണ് ഇത്, പൊട്ടുകടലാന്ന് ഇടുന്നു ഞാൻ. കടലക്കപ്പരിപ്പ് ഇവിടെ കൊണ്ടുവന്നില്ല, ഇനിയിപ്പോൾ അയച്ച് വാങ്ങാനും നേരമില്ല. അതുകൊണ്ട് പൊട്ടുകടല ഇടുന്നു. ഇത് കഴുകി വെച്ചിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് 2 വിസിലെടുത്ത് കൂക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. ശേഷം ബാക്കി ചേരുവകളെല്ലാം ചേർക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ചോറ് കുടുക്കയിൽ വേവിച്ചെടുത്തതാണ്. ഇങ്ങനെ വേവിച്ചെടുത്ത് നേന്ത്രപ്പഴം ഇടണം. ഒന്ന് അരിപ്പഴം, ഒരു നേന്ത്രപ്പഴം മുറിച്ചിട്ടിനി. 1 കിലോന് അരിക്ക് 2 നേന്ത്രപ്പഴം ഇടും. 3 ഇട്ടിനി. ഇന്ന് ഞാൻ 1.5 പട്ട അരിയല്ലോ, ഒരു വലിയ പഴം ഇട്ടിനി. അരി കുറച്ച് തളിച്ചിതാകുമ്പോൾ അതിൽ മുറിച്ചിട്ടിടൽ, പിന്നെ അത് ഉടയും. ഞാൻ തേങ്ങപ്പാലെടുത്ത് വെച്ച് കട്ടിപ്പാലെടുക്കുന്നു, ഇളമ്പാൽ അതിൽ തന്നെ കൂട്ടീന് കുറച്ച്. ഇത് പൊരിച്ചെടുക്കാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ കൊത്തിയല്ല. ഇത് കള്ളക്കപ്പരിപ്പിന് അതിൽ കൊത്തു ഇപ്പം ഞാൻ വേവിച്ചെടുത്തിന്. ഇതെല്ലാം കൂടി അതിനെ ഒരു പാത്രത്തിലേക്കിട്ട് എന്നാണ് ഇതെല്ലാം ഇതാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് ചക്കരച്ചോറ്. എൻ്റെ ചക്കരച്ചോർക്ക് എല്ലാവർക്കും ഡിമാൻഡാണ്, ഭയങ്കര പിടിവിലിയാണ്. ഞാനായി പറയുന്നില്ല, തിന്നുന്നവരെല്ലാം പറയും. അങ്ങനെ ഞാൻ ചക്കരച്ചോറ് ഇതാ ചുവന്നരി കുടുക്കി ഈ കലത്തിൽ വേവിച്ചെടുത്തിട്ടാ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 കിലോന് അരിക്ക് 3 നേന്ത്രപ്പഴം ഇടും. ഈ 2 വട്ട അരി ആയതുകൊണ്ട് 1 നേന്ത്രപ്പഴം ഇട്ടിന്. ചുവന്നരി കഴുകി ഒരു ഉള്ളി മുറിച്ച് തീമ വെച്ച് അരി ഇട്ടിട്ട് തിളക്കുമ്പോൾ ഒരു പഴവും മുറിച്ചിട്ടിട്ട് മറ്റേ കുക്കറിലേക്ക് വെക്കാൻ. ഇങ്ങനെ ബന്ധിട്ട് എടുത്തിട്ടാണ് വേറൊരു പാത്രത്തിലാക്കിയിട്ട് എല്ലാം ചേർക്കേണ്ടതാ. ഇത് പൊരിച്ചെടുക്കാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, കൊപ്പരം കൊത്തി. ഇത് തേങ്ങപ്പാൽ കട്ടിപ്പാലാണ്. ഇത് കടലയാണ്. ഇതെന്ന് പറഞ്ഞാൽ കള്ളക്കപ്പരിപ്പ് ഉണ്ടായിട്ട്, അതുകൊണ്ട് മറ്റേ കടല ഞാൻ പൂങ്ങിയിട്ടെടുത്തിന്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂട്ട് പൂങ്ങിയിട്ടെടുക്കണം. വെള്ളം ഊറ്റണം. അങ്ങനെയാണ് വെള്ളം അലിച്ചതിനെ ഇത് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം. മിൽമയിൽ ഞാൻ ആദ്യം കൊപ്പരവുത്തി പൊരിക്കുന്നു. കൊപ്പരവുത്തി ഇതാ തേങ്ങ ചെറുങ്ങനെ പൂണ്ടിട്ട് ആദ്യം പൊരിക്കുന്നു. കൊപ്പരയില്ലെങ്കിൽ തേങ്ങ ചെറുങ്ങനെ പൂണ്ടിട്ട് ഇങ്ങനെ ആദ്യം പൊരിക്കണം. ശേഷം അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇടക്ക് ചവക്കാൻ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ചക്കരച്ചോറ് തീമുണ്ട്. ചക്കരച്ചോറ് മുന്തിരിയും തേങ്ങയും പൊരിച്ച് ഇനി ഇതിലേക്ക് ഒഴിക്കൽ. മിൽമ നെയ്യിലാണ്, പശു നെയ്യിലാണ് പൊരിക്കുന്നത് എല്ലാം. എന്നിട്ട് ഈ ചക്കരച്ചോറ്റിലേക്ക് ചേർക്കണം. ചക്കച്ചോറ്റിലേക്ക് ഇങ്ങനെ ചേർക്കണം. അങ്ങനെ നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡിയായി. അടിപൊളി ചക്കരച്ചോറ്. ഇതാ ഭയങ്കര ടേസ്റ്റിൻ്റെ ചക്കരച്ചോറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കരച്ചോറ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ ചക്കരച്ചോറ്. അണ്ടിപ്പരിപ്പും, മുന്തിരിയും, കൊപ്പര കൊത്തി എല്ലാം മിൽമയിൽ പൊരിച്ചിട്ട പശുനീര് മണുമെല്ലാം ഇല്ലേ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, കൊപ്പരവത്തി എല്ലാം ഇട്ട് മിൽമയിൽ. എന്നൊക്കെ പറയാൻ മറന്നു. പിന്നെ തേങ്ങ ഒതുക്കുമ്പോൾ വലിയ ജീരകമില്ലേ, പെരിഞ്ചീരകവും ഏലക്കായും ഇടണം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ വയ്യ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ തേങ്ങരപ്പരം തന്നെ പെരിഞ്ചീരകവും ഏലക്കായും ഇട്ട് ഒതുക്കിയിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 1.5 തേങ്ങര പാലാണ്. ഒരു മുറി പൊരിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി മെൽമയിൽ പൊരിച്ചിലേക്ക് ഇടൽ. ഞാൻ പറഞ്ഞെല്ലാം മനസ്സിലായില്ല എല്ലാവർക്കും? ഇൻഷാ അല്ലാഹ് കമൻറ്റ് ചെയ്യണം, അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറയണ്ടല്ല, ലൈക്കും ചെയ്യണം. അസ്സലാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരെ. അസ്സലാമു അലൈക്കും.